ഹലോ ഗൈസ്, നമ്മളിപ്പം ഫിഷിങ്ങിനായിട്ട് വന്നിരിക്കുകയാണ്. നമുക്ക് കഴിഞ്ഞ വട്ടം വന്നപ്പം മീനൊക്കെ കുറച്ച് കിട്ടിയിട്ടുള്ളായിരുന്നു. ഈ വട്ടം നമുക്ക് മീൻ കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. നമുക്ക് നോക്കാം ഈ വട്ടം എന്തൊക്കെ മീൻ കിട്ടും എന്നുള്ള കാര്യം നമുക്ക് വീഡിയോയിൽ കാണാം. അപ്പോൾ ഇതാ നമ്മൾ കാസ്റ്റിംഗ് തുടങ്ങിയിരിക്കുകയാണ്. നമ്മൾ ഫസ്റ്റ് കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്താ കിട്ടുമെന്ന് നോക്കാം നമുക്ക്. പക്ഷേ ഒന്നും കിട്ടുന്നില്ല. നമ്മളൊന്ന് വലിച്ചെടുത്തപ്പോൾ അതിനകത്തൊന്നും കിട്ടിയില്ല. വീണ്ടും നമുക്ക് കാസ്റ്റ് ചെയ്ത് നോക്കാം. അങ്ങനെ നമ്മൾ വീണ്ടും കാസ്റ്റ് ചെയ്തിട്ടാണ്. പക്ഷെ അവിടെ വല ഇട്ടിട്ടുണ്ടായിരുന്നു, അത് നമുക്ക് അറിയത്തില്ലായിരുന്നു. വല നമ്മുടെ ചൂണ്ടയിൽ കയറി കുരുങ്ങി. വല കുരുങ്ങിയതാ പോയത്. അപ്പൊ നമ്മൾ കടലിന്റെ സൈഡിലോട്ട് പോവാണ്. കടലിൽ ഇടാന്ന് ഓർത്ത് കടലിന്റെ സൈഡിലോട്ട് പോകാൻ പോവാണ്. വലയുണ്ട്. അപ്പോൾ നമ്മൾ കടലിലോട്ട് ഫിഷിങ്ങിനായിട്ട് വന്നപ്പോഴാണ് കാണുന്നത് കുറേ ഡോൾഫിൻസ് ഇങ്ങനെ പോകുന്നത്. നല്ല രസമുണ്ട്. നോക്കേ, നല്ല രസമുണ്ട് കാണാൻ. ഇങ്ങനെ പൊക്കോണ്ടേ ഇരിക്കുകയാണ്. അത് നല്ല രസമുണ്ട് കാണാനല്ലേ. എല്ലാവരും നോക്കേ. ശ്രീമോളെ നോക്കേടി, ശ്രീമോളെ. അപ്പം നമ്മൾ കടലിലെ ഫസ്റ്റ് കാസ്റ്റ് ചെയ്യാൻ പോവാണ്. കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു നല്ല തെരണ്ടിയാണ് അടിച്ചിരിക്കുന്നത്. തെരണ്ടി. ഹലോ ഫ്രണ്ട്സ്, നമുക്കപ്പോൾ തെരണ്ടി അടിച്ചിരിക്കുകയാണ് ഫ്രണ്ട്സ്. നല്ല ഒരു തെരണ്ടി നമുക്ക് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ നമുക്കിത് സെക്കൻഡ് ടൈമാണ് നമ്മൾ തെരണ്ടി പിടിക്കുന്നത്. നേരത്തെ എനിക്ക് തെരണ്ടി കിട്ടിയിട്ടുണ്ടായിരുന്നു. അന്നൊന്നും നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഇത് സെക്കൻഡ് ടൈമാണ് നമുക്ക് ഒരു തെരണ്ടിയെ കിട്ടുന്നത്. ഈ തെരണ്ടിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. അതിന്റെ വാലിലൊരു കൊമ്പുണ്ട്. അത് വെച്ച് നമ്മളെ കുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മരണം വരെ സംഭവിക്കാമെന്നാണ് പറയുന്നത്. ചവിട്ടി പിടിച്ചിട്ടേ അവിടെ സൈഡിൽ കൊമ്പുണ്ട്. കൊമ്പൊന്ന് പിടിച്ചു നോക്കാൻ പോവാണ്. നമ്മുടെ കയ്യിലത് കൊടുത്തതാ. ഇത് കടിച്ച് കുഴപ്പമില്ല. കൊമ്പ് പോയോ? അപ്പൊ ഇനി കുഴപ്പമില്ല, ബാക്കി പിടിച്ചിട്ടാ. ലാസ്റ്റ് എനിക്ക് ഇപ്പം തെരണ്ടി അടിച്ചത്. തെരണ്ടി നമ്മുടെ വാലിന്റെ അവിടുത്തെ കൊമ്പടിക്കുന്നതിന് ഒടിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് എനിക്കൊരു കുത്ത് കിട്ടി. നല്ല അരപ്പുണ്ട് കൈക്ക്, നല്ല വേദനയുണ്ട്. എന്തോ തീരുമെന്ന് അറിയത്തില്ല. എന്നാലും നമ്മൾ വീണ്ടും കാസ്റ്റ് ചെയ്തിട്ടേക്കുവാണ് ഫിഷിങ് ചെയ്യാൻ വേണ്ടി. നെക്സ്റ്റ് അടുത്ത എന്താ മീനാണ് കിട്ടുന്നത് നമുക്ക് നോക്കാം. കിട്ടിയത് കുഴപ്പമില്ലാത്ത തെരണ്ടിയാണ്. ഇങ്ങോട്ട് നമ്മുടെ ഒന്നുമില്ല, വലയിട്ടേക്കുന്നോട് ചെയ്യാൻ പറ്റുന്നത്. കിട്ടിയോ? അപ്പൊ നമുക്ക് അളിയനൊരു മീൻ കിട്ടിയിരിക്കുകയാണ്. പല്ലിക്കോരയാണ് കിട്ടിയിരിക്കുന്നത്. നമുക്ക് മീൻ അടിക്കുമെന്ന് നോക്കാം. നമുക്ക് അങ്ങനെ ഇരുന്നിരുന്നാണ് ഇപ്പൊ ഒരു മീൻ കിട്ടിയിരിക്കുന്നത്. അനിയനൊരു മീൻ അടിച്ചിരിക്കുകയാണ്. എന്തായാലും നോക്കാമോ? അങ്ങനെ അനിയന് മീൻ അടിച്ചിരിക്കുകയാണ്. ഒരു വലിയ മീനാണ് അടിച്ചേക്കുന്നത്. എന്തായാലും നമുക്ക് മീൻ കിട്ടുന്നുണ്ട്. എനിക്ക് മാത്രം കിട്ടുന്നില്ലെന്നുള്ളൂ, ബാക്കി എല്ലാവർക്കും കിട്ടുന്നുണ്ട്. അപ്പം നമ്മുടെ ദോശ അല്ലെന്ന് തോന്നുന്നു. നമ്മള് സ്ഥലം ഒന്ന് മാറ്റി പിടിക്കാൻ പറഞ്ഞു പോവാ. കിട്ടുന്നില്ല. തുടങ്ങും എന്തെങ്കിലും പറഞ്ഞു പല്ലിക്കോര. വാ, സൂപ്പർ സാധനം കേട്ടോ. പിന്നെ
കോര കോര. കിട്ടി 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 വണ്ടി. അയ്യോ മീനുണ്ട് മീനുണ്ട് ഇവിടെ പിടയ്ക്കുന്നുണ്ടില്ലേ. അതുകൊണ്ട് ഇവിടെ ഇവിടെ വരെ വന്നു. തേട് തേട്. ആ ആ കുരുത്തേട്. അറ്റ് ലാസ്റ്റ് കുരുത്തേടിനെ പിടിച്ചിരിക്കുകയാണ് നമ്മൾ. അപ്പം ഇത്രയും മീനാണ് നമുക്കിന്ന് കിട്ടിയത്. കുറേ കോരമീൻ നമുക്കിന്ന് പിടിക്കാൻ പറ്റി. അതിൻ്റെ കൂട്ടത്തിൽ നമുക്കൊരു തെരണ്ടി മീനെ ഇന്ന് കിട്ടിയിട്ടുണ്ട്. കോരമീൻ നല്ല ടേസ്റ്റാണ്, വറക്കാൻ പറ്റിയ നല്ലൊരു മീനാണ്. അപ്പം നമ്മൾ ഫ്രൈ ചെയ്യാനും കറി വെക്കാനും വേണ്ടി ഇത്രയും മീനാണ് എടുത്തേക്കുന്നത്. കുറച്ച് മീൻ അനിയന്മാർക്കും കൂടെ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ പേര് മറക്കണ്ട, ഹൂക്ക് ബീറ്റ്സ് ആൻഡ് ബൈറ്റ്സ്.